നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ദീപാവലി കഴിഞ്ഞതോടെ നവംബർ മാസത്തിൽ നിരവധി IPOകൾ വരിവരിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകം തന്നെ DCXൻ്റെയും ഗ്ലോബൽ ഹെൽത്തിൻ്റെയും IPO വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ IPO ആണ്. ഇത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ഗ്രാമീണ മേഖലയിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു NBFC ആണ് ഈ കമ്പനി. നവംബർ 2 മുതൽ 4 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയി ഇരിക്കുന്നത്. ടോട്ടലായിട്ട് 1103.99 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 600 കോടി രൂപയ്ക്കുള്ളതും ഫ്രഷ് ഓഹരികളുടെ ഇഷ്യൂ ആണ്. ബാക്കി മാത്രമാണ് ഓഫർ ഫോർ സെയിൽ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ വനിതാ ശാക്തീകരണ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ NBFCയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. 2010 ഈ കമ്പനി രൂപം കൊള്ളുന്നത്. ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമീണ മേഖലയിലുള്ള വനിതാ എൻ്റർപ്രണേഴ്സിന് വേണ്ട ലോണുകളും മറ്റ് സൗകര്യങ്ങളും ചെയ്ത വ്യാവസായികമായിട്ടും എല്ലാം തൊഴിൽ മേഖലയിൽ അവരെ ശാക്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൈക്രോ ഫിനാൻസ് കമ്പനി 2010 മാത്രം രൂപം കൊണ്ടതാണെങ്കിലും ടോട്ടൽ ഇവർ കൈകാര്യം ചെയ്യുന്ന അസറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 10 NBFCകളിൽ ഒന്നായിട്ട് വരും ഈ കമ്പനി. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ വെറും ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളത് കൂടാതെ ഫിനാൻഷ്യൽ ലിറ്ററസി പകർന്നു നൽകുന്നതിനും ഇവർ വേണ്ട ശ്രദ്ധ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2017 മുതൽ 2021 വരെയുള്ള ഗ്രോസ് ലോൺ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ വാർഷികമായിട്ടുള്ള വളർച്ചാ നിരക്ക് 53.89% ആണ് ഫ്യൂഷൻ മൈക്രോ ഫിനാൻസിൻ്റേത് എന്ന് കാണാം. അതായത് മുൻനിര NBFCകളുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനമാണിത്. പിന്നെ 2022 ഇവരുടെ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 738.9 കോടിയാണ്. ഇവരുടെ ആ ഒരു പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ ജോയിൻഡ് ലയബിലിറ്റി ഗ്രൂപ്പ് ലെൻഡിങ് മോഡൽ ആണ് എന്ന് പറയാം. അതായത് ഈ പരസ്പരം ജാമ്യം നിന്നുകൊണ്ടുള്ള ലോൺ എടുക്കൽ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ രീതിയിലാണ് ഇവർ ഓരോ ഗ്രൂപ്പുകൾക്കായിട്ട് ഇത്തരത്തിൽ വനിതാ സംരംഭകർക്ക് ലോൺ നൽകുന്നത്. ഫ്യൂഷൻ മൈക്രോ ഫിനാൻസിൻ്റെ പ്രസൻസ് കാണിക്കുന്ന മാപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ സൗത്ത് ഇന്ത്യയിൽ കുറച്ച് പ്രസൻസ് കുറവാണെങ്കിൽ പോലും മറ്റെല്ലായിടത്തും തന്നെ നല്ലപോലെ അവരുടെ പ്രസൻസ് കാണാവുന്നതാണ്. 2.89 മില്യൺ കസ്റ്റമേഴ്സാണ് ആക്റ്റീവായിട്ട് ഇവർക്കുള്ളത്. അതുകൂടാതെ 966 ബ്രാഞ്ചുകളും 8,000-ഓളം തൊഴിലാളികളും എല്ലാം ഉള്ള ഒരു മൈക്രോ ഫിനാൻസ് സംവിധാനമാണ് ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് എന്നത്. ഫ്രഷ് ഇഷ്യൂ വഴി ലഭിക്കുന്ന 600 കോടി രൂപ കമ്പനി അവരുടെ മൂലധനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദേവേഷ് സച്ദേവ്, ചിത്രത്തിൽ കാണുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടർ. അതുകൂടാതെ ചില ഫണ്ടുകൾ കൂടി ഇതിൽ നല്ലപോലെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ക്രിയേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്യൂഷൻ LLC, ക്രിയേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്യൂഷൻ 2 LLC, പിന്നെ ഹണിറോസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്നിങ്ങനെയുള്ള ഫണ്ടുകളും ഇതിൽ പ്രൊമോട്ടേഴ്സായിട്ട് കാണാവുന്നതാണ്. അവരുടെ ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ള നിക്ഷേപം നോക്കുകയാണെങ്കിൽ 85.57% എന്ന് കാണാൻ സാധിക്കും. ഇനി ഓഫർ ഫോർ സെയിലായിട്ട് ഒരു 503.99 കോടി രൂപയ്ക്കുള്ള ഓഹരികളുണ്ടല്ലോ, അത് ആരൊക്കെയാണ് വിറ്റഴിക്കുന്നതെന്ന് നോക്കാം. പ്രൊമോട്ടേഴ്സായിട്ടുള്ള ദേവേഷ് സച്ദേവ് ഒരു 6.5 ലക്ഷം ഓഹരികൾ വിൽക്കുന്നുണ്ട്. മിനി സച്ദേവ് 1 ലക്ഷം ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. ക്രിയേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്യൂഷനും പിന്നെ ഹണിറോസ് ഇൻവെസ്റ്റ്മെൻറ്റ്സും 14 ലക്ഷം ഓഹരികൾ വെച്ച് വിറ്റഴിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇതിൽ തുടക്കത്തിൽ തന്നെ ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ള മറ്റ് ചില സ്ഥാപനങ്ങൾ കൂടി കുറച്ച് ഓഹരികൾ വീതം വിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രധാന പ്രൈവറ്റ് മൈക്രോ ഫിനാൻസ് എൻറ്റൈറ്റി ആയിട്ടുള്ള ഓയ്ക്കോ ക്രെഡിറ്റ് എക്യുമെനിക്കൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി UA. അവർ ഒരു 66.1 ലക്ഷം ഓഹരികൾ വിറ്റഴിക്കുന്നു. ഗ്ലോബൽ ഇമ്പാക്ട് ഫണ്ട്സിൽ SICAR
അവർ 35.4 ലക്ഷം ഓഹരികളും വിറ്റഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഫർ ഫോർ സെയിൽ കണ്ട് നമ്മൾ അതിൻ്റെ പ്രൊമോട്ടർ ഓഹരികൾ വിറ്റഴിക്കുന്നു, അതുകൊണ്ട് ഒരു ഭയം തോന്നേണ്ടതില്ല. കാരണം തുടക്കത്തിൽ നല്ലപോലെ ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ള ഇവർ ഇപ്പോൾ ഈ ഒരു IPO വരുന്ന സമയത്ത് കുറച്ച് അവരുടെ കൈവശമുള്ള ഓഹരികൾ വിറ്റഴിച്ച് ഫണ്ട് എടുക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഇനി നമുക്ക് ഫ്യൂഷൻ മൈക്രോ ഫിനാൻസിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകളൊന്ന് പരിശോധിക്കാം. റവന്യൂ ഓരോ വർഷവും, കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസും വലിയ രീതിയിൽ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നെറ്റ് ഇൻകത്തിൽ വാർഷികമായിട്ട് കുറവാണ് കാണുന്നത്. ഇത് 2020 69.6 കോടിയാണ് നെറ്റ് ഇൻകം എങ്കിൽ അടുത്ത വർഷമായപ്പോൾ 43.9 ആയിട്ടും തൊട്ടടുത്ത വർഷം 23.8 അത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാർജിൻ പെർസെൻറ്റേജും 9.66% ആണ് 2020 അത് അടുത്ത വർഷമായപ്പോൾ 5.13 അതിൻ്റെ അടുത്ത വർഷം 1.89 കുറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. ഫ്യൂഷൻ്റെ EPS 2.64 ആണ് ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണ് 2022. PE റേഷ്യോ 132.58, 139.39 എന്നാണ് കാണുന്നത്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 1.63%, NAV 161.69 കാണുന്നു. ഇതിൻ്റെ രജിസ്ട്രാർ ലിങ്ക് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുപോലെ ലീഡ് മാനേജേഴ്സ് ICICI സെക്യൂരിറ്റീസ്, പിന്നെ CLSA ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, IIFL സെക്യൂരിറ്റീസ്, JM ഫിനാൻഷ്യൽ കൺസൾട്ടൻസും. നമുക്കിനി ഫ്യൂഷൻ മൈക്രോ ഫിനാൻസിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. നവംബർ 2 മുതൽ 4 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 350 രൂപ മുതൽ 368 വരെയാണ് കാണുന്നത്. ഫ്രഷ് ഇഷ്യൂ 600 കോടി രൂപയ്ക്കുള്ളതാണ്. ഓഫർ ഫോർ സെയിൽ 1.36 ലക്ഷം ഓഹരികൾ 503.99 കോടി രൂപയ്ക്കുള്ളത് വരും. അപ്പോൾ ടോട്ടൽ IPO സൈസ് എന്ന് പറയുന്നത് 1103.99 കോടി രൂപയ്ക്കുള്ളതാണ്. മിനിമം ഒരാൾ അപ്ലൈ ചെയ്യേണ്ടത് 40 ഓഹരികളാണ് റീറ്റെയിലർ. അതുപോലെ 13 ലോട്ട് വരെ ഒരാൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഓഹരിക്ക്. ഇത് റീറ്റെയിലേഴ്സിന് 35% ഓഹരികൾ അനുവദിക്കുന്നുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ബോർഡ് IPO തന്നെയാണിത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ പരിശോധിക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് 10-ാം തീയതിയാണ്. റീഫണ്ട് കിട്ടുന്നത് ഓഹരി കിട്ടാത്തവർക്ക് 11-ാം തീയതി റീഫണ്ട് കിട്ടും. ഇത് കിട്ടിയവർക്ക് ക്രെഡിറ്റ് ആയിട്ട് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത് 14-ാം തീയതിയാണ് നവംബർ. പിന്നെ ലിസ്റ്റിംഗ് വരുന്നത് നവംബർ 15-ാം തീയതിയുമാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയമുള്ളവരോട് പറയാനുള്ളത് മൈക്രോ ഫിനാൻസ് ആണിത്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NPA എന്ന് പറഞ്ഞ നോൺ പെർഫോമിംഗ് അസറ്റിനെ കുറിച്ചാണ്. അതിൻ്റെ കണക്കുകൾ ഇവിടെ വ്യക്തമായിട്ട് ലഭ്യമല്ല. എന്തായാലും ബാങ്കിങ് മേഖലയ്ക്ക് ഇപ്പോൾ ചെറിയൊരു ഉണർവുള്ള സമയമായതുകൊണ്ട് ഇത് ലോങ് ടേം മിഡ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഉപകരിക്കുമെന്ന് കരുതുന്നു. എന്തായാലും ലിസ്റ്റിംഗ് സമയത്ത് വലിയൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടും എന്ന് ഒരു പ്രതീക്ഷ എനിക്കില്ല. എന്തായാലും ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറുള്ളവർ ഇതിലേക്ക് വന്നാൽ മതിയാവും. ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് IPOയെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അല്ലാതെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.